ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് നമ്മുടെ ഇന്നത്തെ ഊണ് വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പികളാണ്. നവരാത്രി ആയതുകൊണ്ട് ഞാനൊരു നോൺ വെജ് ഉൾപ്പെടുത്തുന്നുണ്ട്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് പപ്പടം ഉൾപ്പെടുത്താം. നോൺ വെജ് ഉൾപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെജിറ്റേറിയൻസിനെയും നോൺ വെജിറ്റേറിയൻസിനെയും ഒരുപോലെ കൺസിഡർ ചെയ്യാണ്. മുട്ട ഉൾപ്പെടുത്തിയിട്ട് മുട്ട പൊരിച്ചതാണ് ഒന്ന് നമ്മുടെ വിഭവം. പിന്നെ ഉള്ളത് നമ്മുടെ മത്തങ്ങ എരിശ്ശേരിയും പയർ തോരനും അതുപോലെ തന്നെ നമ്മുടെ സവാള മെഴുക്കുവരട്ടിയാണ്. 4 കറികളുണ്ട്. എല്ലാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പികളാണ്. ചോറ് വയ്ക്കുന്നത് ഇതിൽ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 1/4 മണിക്കൂറിനുള്ളിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. മുട്ട പൊരിക്കുന്നത് ഉൾപ്പെടെ കേട്ടോ. മുട്ട പൊരിക്കുകയാണെങ്കിലും പപ്പടം പൊരിക്കുകയാണെങ്കിലും എല്ലാം ചേർത്ത് നമുക്ക് 1/4 മണിക്കൂറിനുള്ളിൽ കട്ടിങ്ങും കറി ഉണ്ടാക്കലും പാത്രം കഴുകലും എല്ലാം ഉൾപ്പെടെ നമുക്ക് 1/4 മണിക്കൂറിനുള്ളിൽ കറികളെല്ലാം തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഊണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ കറികളുടെ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. ഞാനിപ്പോൾ 1/4 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 100 ഗ്രാം പയറാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാം പയർ വേണ്ട, 50 ഗ്രാം പയർ മതി. ഞാനിത് വേവിക്കാൻ എളുപ്പത്തിനാണ് 100 ഗ്രാം പയർ എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള 50 ഗ്രാം പയർ കൊണ്ട് നമുക്ക് മെഴുക്കുവരട്ടിയോ തോരനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഒരു 4 സവോള എടുത്തിട്ടുണ്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട്. പയർ തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സവോള മെഴുക്കുവരട്ടിയും പയർ ബാക്കിയുള്ളതുകൊണ്ട് തോരനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. 2 മുട്ടയും പൊരിക്കാമെന്ന് വിചാരിച്ചു. മുട്ട പൊരിക്കുന്നതിന് വരെ നമുക്ക് നവരാത്രി ആയതുകൊണ്ട് പപ്പടം കാച്ചിയാലും മതി കേട്ടോ. അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നമുക്ക് ആദ്യം പയർ വേവിക്കാൻ വയ്ക്കാം. പയർ വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് നമ്മുടെ പയർ ചേർത്ത് കൊടുക്കുക. പയർ ഞാനൊരു 4 മണിക്കൂറായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒറ്റ വിസിലിൽ കുക്കായി കിട്ടും. അധികം വെള്ളം ചേർക്കേണ്ട, ചെറിയ അളവിൽ വെള്ളം ചേർത്തിട്ട് ഒറ്റ വിസിൽ കുക്കറിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നില്ല, പയർ മാത്രം വെള്ളം ചേർത്ത് വേവിച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ എരിശ്ശേരിയുടെ അരപ്പിലേക്കായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ്. ഇതിലേക്കും കുറച്ച് വെള്ളം ചേർത്ത് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കേണ്ട, തരിതരിപ്പായിട്ട് അരയ്ക്കുക. അവിയലിൻ്റെ പാകത്തിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങയും ജീരകവും ചേർത്ത് തരിതരിപ്പായിട്ട് അധികം വെള്ളം ചേർക്കാതെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മെഴുക്കുവരട്ടിയുടെ പരിപാടി നോക്കാം. ആ മെഴുക്കുവരട്ടി റെഡിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള വറവിൻ്റെ കാര്യങ്ങളും മത്തങ്ങയുടെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ നമ്മൾ സവാള മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ ഞാൻ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കടുകാണ് കേട്ടോ ചേർക്കുന്നത്. കടുക് പൊട്ടി കഴിയുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. നമുക്കിതിലേക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്യാനുണ്ട്. 2 തണ്ട് കറിവേപ്പില. ഇതെല്ലാം സവാളയുടെ കൂടെ ചേർക്കാനുള്ളതാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മുടെ എരിവിനനുസരിച്ച് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്. സവാള മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ സവാള മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ. എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇൻഗ്രീഡിയൻസും ആദ്യമേ ചേർത്തിട്ടാണ് നമ്മൾ മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ മുളക് പൊടിയൊന്നും കരിഞ്ഞു പോകാതിരിക്കാനാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തയ്യാറാക്കാമെന്ന് പറയുന്നത്. ആദ്യം നമ്മളിപ്പോൾ കടുക് പൊട്ടി സവാളയൊക്കെ ചേർത്ത് വേപ്പിലയും മുളക് പൊടിയൊക്കെ ചേർത്ത് ഇളക്കി കൊടുക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം എല്ലാം മിക്സ് ആയി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരുമിച്ചാക്കി അടച്ചു വയ്ക്കുക. ഇനി ഇതൊരു 6-7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിലുള്ള ഒരു മെഴുക്കുവരട്ടിയാണ് നമ്മുടെ സവാള മെഴുക്കുവരട്ടി. സമയമില്ലാത്തപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഈ സമയത്ത് നമ്മുടെ കുക്കറിൻ്റെ പ്രഷർ പോയിട്ടുണ്ടാവും. നമുക്ക് മത്തങ്ങ എരിശ്ശേരിയുടെ കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നമ്മുടെ പയർ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഒറ്റ വിസിലിൽ. ഇതിൽ നിന്ന് ഞാൻ പകുതി പയറെടുത്ത് മാറ്റാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ 100 ഗ്രാം പയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 50 ഗ്രാം പയർ മതി എന്നുള്ളത്. അപ്പോൾ ഞാനൊരു 50 ഗ്രാം പയറെടുത്ത് മാറ്റാണ്. ഇതിലേക്ക് ഇനി നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് ചേർക്കാണ് കേട്ടോ. സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാണ്. നല്ല എരിവുള്ള പച്ചമുളകാണ്. മുളക് പൊടി നമ്മളൊന്ന് കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രമേ ചേർക്കുന്നുള്ളൂ. എരിവിനായിട്ട് മുളക് പൊടി ചേർക്കില്ല. ഒരു കളർ കിട്ടാനായി മാത്രം ചെറിയൊരളവിൽ എരിവുള്ള മുളക് പൊടി, 2 പിഞ്ച് മുളക് പൊടി. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡറും ചേർക്കാം, മുളക് പൊടിയും ചേർക്കാം. ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ മത്തങ്ങയ്ക്ക് മധുരല്ലേ, അതുകൊണ്ടാണ് എരിവുള്ള മുളക് പൊടി ചേർത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങയും ചേർക്കുന്നുണ്ട്. മത്തങ്ങ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്യുക. ഇനി നമുക്ക് മത്തങ്ങയും കൂടി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം.
1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി മഞ്ഞ കളറിലല്ലേ ഉണ്ടാവുക എപ്പോഴും, ആ ഒരു റെഡ്നെസ് വരില്ലല്ലോ. ഇനി മത്തങ്ങയും കൂടി ചേർന്ന് ഒരു വിസിലും കൂടി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. മത്തങ്ങയുടെ തൊലി മുഴുവൻ മാറ്റണമെന്നൊന്നുമില്ല കേട്ടോ. മത്തങ്ങയ്ക്ക് കുറച്ച് തൊലിയൊക്കെ ഉണ്ടെങ്കിലും ടേസ്റ്റ് തന്നെയാണ്. നല്ല പഴുത്ത മത്തങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി മത്തങ്ങ വേവട്ടെ. ഈ സമയത്ത് നമ്മുടെ മെഴുക്കുവരട്ടി ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. മത്തങ്ങയും ഒരു വിസിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ മെഴുക്കുവരട്ടി അടച്ച് വെച്ചിട്ട് കുറച്ച് സമയമായി. ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, ഉപ്പൊക്കെ കറക്റ്റാണോ എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ സവോള നന്നായിട്ട് കുക്കായി കഴിഞ്ഞിട്ട് ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ സവോളയിലേക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, എരിവ് കുറവാണെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഇതൊക്കെ ബാച്ചിലേഴ്സിന് ഏറ്റവും എളുപ്പത്തിൽ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പികളാണ് നിങ്ങൾ ആവശ്യപ്പെടാറുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള മെഴുക്കുവരട്ടികളൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എരിവും ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. 7 മിനിറ്റ് ആയിട്ടില്ല. 7 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ നമ്മുടെ സവോള നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വരും. അതാണ് നമ്മുടെ സവോള മെഴുക്കുവരട്ടിയുടെ കറക്റ്റ് പാകം. അപ്പോൾ നമ്മുടെ സവോള മെഴുക്കുവരട്ടി ഇതാ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതേ ചട്ടിയിൽ തന്നെയാണ് പയർ തോരൻ റെഡിയാക്കുന്നത്. അതുകൊണ്ട് ഈ ചട്ടി ഫ്ലെയിം ഓഫ് ചെയ്യുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ സവോള മെഴുക്കുവരട്ടി ചട്ടിയിൽ നിന്ന് മാറ്റുന്നേ ഉള്ളൂ. ചട്ടി കഴുകുക പോലും വേണ്ട. നമുക്ക് ഇതിൽ തന്നെ പയർ തോരൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഒരു കറി ഉണ്ടാക്കുമ്പോൾ ഒരു കറി എക്സ്ട്രാ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ചട്ടി ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് ഈ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എല്ലാ റെസിപ്പിയും വെളിച്ചെണ്ണയിൽ ചെയ്യേണ്ട റെസിപ്പികളാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയുടെ കൂടെ തന്നെ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. തേങ്ങയുടെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചതച്ച മുളക് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർക്കാം. പയറിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള പയർ തോരനും ഇപ്പോൾ റെഡിയാവും. ഒന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കുക. പയറിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനാണ് നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നമ്മുടെ മത്തങ്ങയും പയറും കുക്കായിട്ട് ആ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഞാൻ പയർ മാറ്റി വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മത്തങ്ങയും പയറും എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. മത്തങ്ങ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക. ബാക്കി നമ്മൾ അരപ്പൊക്കെ ചേർത്ത് വരുമ്പോൾ ഉടഞ്ഞു വന്നോളും. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ. വളരെ ചെറിയ അളവിൽ മാത്രം വെള്ളം ചേർക്കുക. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അരപ്പൊന്ന് കുക്കായി വരണം. ഒരു 2 മിനിറ്റ് ഒന്ന് അരപ്പ് ചെറുതായിട്ട് തിളയ്ക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അരപ്പ് തിളപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇതേ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. വേറൊരു ചട്ടി വയ്ക്കാം. അപ്പോൾ ഈ അരപ്പ് വിടുന്ന ചെറിയ ഫ്ലെയിമിൽ തിളച്ചുകൊണ്ടിരിക്കട്ടെ. ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഈ ചട്ടിയിലാണ് നമ്മൾ വറവിടാൻ പോകുന്നത്. അപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എത്ര തേങ്ങയാണോ ആവശ്യം അതിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങയുടെ കളർ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നമ്മുടെ മത്തങ്ങക്കറി തിളച്ച് തുടങ്ങി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മുടെ തേങ്ങ വറുത്ത് ചേർത്താൽ എരിശ്ശേരി കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ എരിശ്ശേരിയുടെ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി തേങ്ങ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കരുത്. ഇതിലേക്ക് ഇനി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വറ്റൽമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ തേങ്ങയും മാത്രമാണ് വറുത്ത് ചേർക്കാനുള്ളത്. പിന്നെ മത്തങ്ങ കറിയിലേക്ക് നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. അത് തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് വേണം ചേർക്കാൻ. മത്തങ്ങയുടെ മധുരം നോക്കുക. അത് മധുരം കുറഞ്ഞ മത്തങ്ങ ആണെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. മധുരം നല്ല കൂടിയ മത്തങ്ങ ആണെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല.
ഞാനിപ്പോൾ ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ മധുരം കുറഞ്ഞ മത്തങ്ങയാണെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഒരു പീസ് ശർക്കരയാണ് ചേർക്കേണ്ടത്, ചെറിയൊരു പീസ്, വളരെ ചെറിയ പീസ്, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ശർക്കര. തേങ്ങയുടെ കളർ മാത്രം നന്നായിട്ട് മാറിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് തയ്യാറാക്കാനായിട്ട്, ഈ കറികളെല്ലാം തയ്യാറാക്കാനായിട്ട് ഒരു 3/4 മണിക്കൂർ സമയം മതി കേട്ടോ. മാക്സിമം 3/4 മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ നമ്മുടെ കറികളെല്ലാം തയ്യാറാവും. ചോറും കൂടി ചേർത്ത് തയ്യാറാക്കുന്ന സമയമല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ എനിക്ക് കമൻറ്റ് വന്നിരുന്നു 15 മിനിറ്റിനുള്ളിൽ കറികളെല്ലാം തയ്യാറാവില്ല എന്നുള്ളത്. അത് ഞാൻ കറികൾ ചോറും കൂടി ചേർത്ത് തയ്യാറാക്കുന്ന സമയമല്ല പറഞ്ഞിരുന്നത്, കറികൾ മാത്രം തയ്യാറാക്കുന്ന സമയമാണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കറികൾ തയ്യാറാക്കുന്ന സമയം എന്നുള്ളതും കറിയും ചോറും കൂടി തയ്യാറാക്കുന്ന സമയമാണ് പറഞ്ഞിരുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. അത് കേട്ടിട്ട് മാത്രം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ വറുത്തിട്ട് ഈ ചട്ടിയിൽ തന്നെ വയ്ക്കരുത്, ഉടനെ തന്നെ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയോടുകൂടി ചേർക്കണം. അപ്പോൾ നമ്മുടെ വറവ് നമുക്ക് നമ്മുടെ മത്തങ്ങ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് 3 കറികൾ റെഡി ആയില്ലേ. ഇനി മുട്ട പൊരിക്കുന്നത് ഞാൻ ഊണ് കഴിക്കുന്നതിന് തൊട്ട് മുൻപേ പൊരിക്കുന്നുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10:45 കഴിഞ്ഞിട്ടേ ഉള്ളൂ. മുട്ട നമ്മളിപ്പോഴേ പൊരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത് പോവും. അപ്പോൾ 1 മണിയാകുമ്പോഴേ മുട്ട പൊരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ കറികളും റെഡിയാക്കി വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ കറികൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ആ ഒരു കറികളുടെ ടേസ്റ്റ് നമുക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ കറികളും നമ്മൾ ഊണ് കഴിക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുൻപ് റെഡിയാക്കി വയ്ക്കുക. ഇനി നമുക്ക് ഈ വറവും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഈ കുക്കർ അങ്ങനെ നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം അടച്ചു വയ്ക്കുക. ഇനി നമുക്ക് മുട്ട പൊരിച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ ഊണ് വിളമ്പാം. നമുക്ക് നമ്മുടെ മുട്ട പൊരിക്കാനുള്ള സമയമായി. ഞാൻ എന്താ സവോളയും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സവോളയിലേക്കും പച്ചമുളകിലേക്കും ആദ്യം ചേർക്കുന്നത് ഉപ്പാണ്. ഞാൻ 2 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി. ഞാൻ മുട്ട പൊരിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് പൊടിക്ക് പകരമായിട്ട് ഇപ്പോൾ ചേർക്കുന്നത് 2 പിഞ്ച് ചില്ലി ഫ്ലേക്സ് ആണ്. ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വെള്ളം ചേർത്ത് ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് ബീറ്റ് ചെയ്യുക. ഞാനിപ്പോൾ വെള്ളം ചേർത്തല്ല കേട്ടോ ബീറ്റ് ചെയ്യുന്നത്. പാനിൽ കുക്ക് ചെയ്യുമ്പോൾ വെള്ളം ചേർത്ത് ബീറ്റ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ചീനച്ചട്ടിയിലാണ് കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് വെള്ളം ചേർത്ത് ബീറ്റ് ചെയ്യുന്നില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ മുട്ട പൊരിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട പൊരിക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 മുട്ട 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വൈഡായിട്ടുള്ള പാൻ എടുത്തിട്ട് ആ പാനിലേക്ക് 1 പ്രാവശ്യം ഒഴിച്ചിട്ട് മുട്ട പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെയാണ് മുട്ട പൊരിക്കുന്നത്. മുട്ട ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. സാധാരണ നമ്മൾ മുട്ട പൊരിക്കുന്ന പോലെ തന്നെ പണ്ട് കാലത്തൊക്കെ മുട്ട പൊരിക്കുന്നത് ചീനച്ചട്ടിയിലാണല്ലോ, ആ ഒരു രീതിയിൽ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഇന്ന് ലഞ്ചിന് എന്താണ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെ തന്നെ ആവട്ടെ. നിങ്ങളുടെയും കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ എടുത്തു വെച്ചിട്ട് ആലോചിക്കൂ നമ്മുടെ ലഞ്ച് മെനു എന്തൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്നൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ റെസിപ്പി എടുത്തിട്ട് ഒരു ലഞ്ച് റെസിപ്പി തയ്യാറാക്കിക്കോളൂ. ഇന്നത്തെ ഊണ് തയ്യാറാക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ മുട്ടയൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് സാധാരണ പോലെ മുട്ട പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ ഒരു സൈഡ് കുക്കായി വരുന്നുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചീനച്ചട്ടിയിൽ മുട്ട പൊരിക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ, നമ്മൾ എപ്പോഴും ഒരു സൈഡ് കുക്കായി വരുമ്പോൾ ഇതുപോലെ ഷേപ്പ്ലെസ് ആയിട്ടൊക്കെ വരും. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നമുക്കൊരു പ്രത്യേകതയല്ലേ ചീനച്ചട്ടിയിൽ മുട്ട പൊരിക്കാന്ന് പറയുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചീനച്ചട്ടിയിൽ മുട്ട പൊരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചീനച്ചട്ടിയിൽ മുട്ട പൊരിക്കുന്നതാണോ നോൺ സ്റ്റിക്ക് പാനിൽ മുട്ട പൊരിക്കുന്നതാണോ ഇഷ്ടം എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചിലർക്കൊക്കെ നോൺ സ്റ്റിക്ക് പാനിൽ മുട്ട പൊരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ചീനച്ചട്ടിയിൽ മുട്ട പൊരിക്കുന്നതായിരിക്കും ഇഷ്ടം. അത് ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളാണല്ലേ. അപ്പോൾ ഇതാ ഒരു സൈഡ് വേഗം കുക്കായി വരുന്നുണ്ട്. ചീനച്ചട്ടി ആകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മയക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എപ്പോഴും നോൺ സ്റ്റിക്ക് പാൻ പോലെ തന്നെയാണ്. നമുക്ക് എന്നേക്കുമായിട്ട് മയങ്ങി കിട്ടിക്കഴിഞ്ഞാൽ
റെഡിയാണ്. അപ്പോൾ ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. പുതിയതായിട്ട് വീഡിയോ കാണുന്ന കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി നമ്മളിങ്ങനെ എണ്ണ പുരട്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങളോളം ലാസ്റ്റ് ചെയ്യും. അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ള ആളുകൾക്ക് വളരെ നല്ലതാണ് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ പാചകം ചെയ്യുന്നതൊക്കെ. നിങ്ങൾക്ക് മുട്ട അധികം മൊരിഞ്ഞിട്ട് കുക്ക് ചെയ്യുന്ന കഴിക്കുന്നതാണോ ഇഷ്ടം, അല്ലെങ്കിൽ അധികം മൊരിയാതെ കഴിക്കുന്നതാണോ ഇഷ്ടം? എനിക്കൊരു മീഡിയം കുക്കാവുന്നതാണ് ഇഷ്ടം. വല്ലാതെ കുക്കായി പോകുന്നത് ഇഷ്ടമല്ല. സൗണ്ടിനൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. പനിയാണ് കേട്ടോ. പനിയായിട്ട് ചെറിയ ബ്ലഡ് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് പനിയൊന്നും വരാറില്ലായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് പനിയാണ്. അപ്പോൾ നമ്മുടെ മുട്ടയുടെ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റാം. അടുത്ത മുട്ടയും ഇതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ചോറ് വിളമ്പി കഴിഞ്ഞു. സമയം 1:30 ആയി. ഇനി നമുക്ക് നമ്മുടെ കറികൾ ഓരോന്നായിട്ട് വിളമ്പാം. ആദ്യം നമ്മുടെ പയർ തോരൻ, പിന്നെ മത്തങ്ങ എരിശ്ശേരി, പിന്നെ സവോള മെഴുക്കുപുരട്ടി, അടുത്തതായിട്ട് നമ്മുടെ മുട്ട പൊരിച്ചതും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഊണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, അതുപോലെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാനും മറന്നുപോയില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് കാണുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.